നമസ്കാരം. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഐറ്റമായിട്ടുള്ള ബട്ടർ ചിക്കനാണ്. ഇത് ചപ്പാത്തി, പൊറോട്ട, നാൻ അല്ലെങ്കിൽ നമ്മുടെ നെയ്ച്ചോറ്, പുലാവ് ഇതിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഈ മീറ്റ് മാരിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ബട്ടർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഏകദേശം അര കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങാ നീര്. ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മളെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഗ്രേവി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഈ ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്കൊരു 2-3 സവോള അരിഞ്ഞെടുത്തത്, ഏകദേശം ഒരു 250 ഗ്രാമോളം ഉണ്ടാകും ഇത്. പിന്നെ ഒരു 2 പച്ചമുളക് വരെ ഇടാം. ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 15-20ഓളം കാഷ്യൂ നട്ട്. ഇതെല്ലാം കൂടി ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം, വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിപ്പം ചെറുതായിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. നമ്മളിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്ന വരെ നമുക്കൊരു 2 മിനിറ്റ് അതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു റോ ഫ്ലേവറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 5-6 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഏകദേശം ഒരു അര കിലോയോളം തക്കാളി ഉണ്ടാവുന്നത്, അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് ഒരു 2 മിനിറ്റ് ഇതൊന്ന് വീണ്ടും വഴറ്റുക. ഇനി നമുക്കിതിലേക്കൊരു 2 കപ്പ് ചൂടുവെള്ളം, അതായത് ഏകദേശം ഒരു 1/2 ലിറ്റർ വെള്ളം ഉണ്ടാവും, അത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഈ പാത്രം അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് വേണ്ട ഐറ്റംസൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. തണുത്ത് കഴിഞ്ഞിട്ട് ഇത് മിക്സിയിലിട്ട് ഒരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമുക്കത് അരച്ചെടുക്കണം. അപ്പോൾ ഇത് തണുത്ത് വരാനായിട്ട് കുറച്ച് സമയം വേണം. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ആയിട്ടുണ്ട്, അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ വറുത്തെടുക്കാനായിട്ട് നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. ബട്ടറൊക്കെ മെൽറ്റായി കഴിയുമ്പോൾ
നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ബട്ടറിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുത്ത് നമ്മളിത് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിനൊരു 10 മിനിറ്റോളം വേണ്ടി വരും. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ വശം കൂടി മറുവശം കൂടി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ ബട്ടറിൽ വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മൾ ഇതുപോലെ ഒരു കടായി ചൂടാക്കി അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ തക്കാളി, സവോള, അതുപോലെ കാഷ്യൂ അതിൻ്റെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു മിക്സിയിലിട്ട് അരച്ചൊരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വീണ്ടും ഒരു ചട്ടിയിലേക്ക് മാറ്റി ഒന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഗ്രേവി ഏതാണ്ട് ഒന്ന് തിളച്ചിട്ടുണ്ട്. കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 50 മില്ലി ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കസൂരി മെത്തി അത് നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് കൈ കൊണ്ട് പൊടിച്ച് അതിൻ്റെ മുകളിൽ ചേർക്കുക. അതായത് ഉലുവയുടെ ഇലയാണ്. നമുക്കിതിനകത്തൊരു ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരല്പം ബട്ടർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ മുകളിൽ അല്പം ഫ്രഷ് ക്രീമോ ബട്ടറൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. അതിനെ നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ അതിൻ്റെ മുകളിൽ ഇത് ഗാർണിഷൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചേക്കാളും അടിപൊളി ടേസ്റ്റായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് ബട്ടർ ചിക്കൻ. കുറച്ച് അധ്വാനമുണ്ട്, എന്നാലും നല്ല ഔട്ട്പുട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അടുത്ത കുക്കിംഗ് വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും വണക്കം.